സ്ത്രീധനം കൊടുക്കരുത്, വാങ്ങരുത് എന്നൊക്കെ പറയും. സ്ത്രീധനം ചോദിക്കുന്നതൊക്കെ വലിയ കുറ്റകരമാണെന്നും നമ്മൾ പറയും. എന്നാൽ ഇന്നും കേരളത്തിൽ ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചു വിടാൻ ഒത്തിരി പവനുണ്ടാക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന ഒത്തിരി മാതാപിതാക്കളെ നമുക്ക് കാണാൻ കഴിയും. കാരണം പെൺകുട്ടികളെ ഇറക്കി വിടണമെങ്കിൽ അതിൻ്റെ കഴുത്തിലും കാതിലും ഒക്കെ കുറച്ച് സ്വർണം വേണമെന്ന് അതിനു വേണ്ടി വളരെ കഷ്ടപ്പെടുന്നു. പ്രത്യേകിച്ച് ഈ സ്വർണത്തിൻ്റെ വിലയൊക്കെ ഇത്രയും കുതിക്കുമ്പോൾ വളരെ കഷ്ടപ്പെട്ട് പെൺകുട്ടികൾക്ക് വേണ്ടി സ്വർണം വാങ്ങിക്കൂട്ടുന്ന മാതാപിതാക്കളെ കാണാൻ കഴിയും. സ്വർണം കുറച്ച് തങ്ങളുടെ മക്കൾക്ക് സ്വർണം ഇത്ര പവൻ സ്വർണ്ണമില്ലാതെ എങ്ങനെ ഇറക്കി വിടുന്നതെന്ന് പെട്ട് വ്യാകുലതപ്പെടുന്ന മാതാപിതാക്കൾ. ഇന്ന് ഈ സ്വർണത്തിൻ്റെ വലിയ വില കുതിക്കുമ്പോൾ കേരളത്തിലെ പല സ്ഥലങ്ങളിലും പെണ്ണിന് പൊന്നു വാങ്ങാൻ നിവൃത്തിയില്ലാത്ത ഒത്തിരി മനുഷ്യരെ കാണാം. പലർക്കും തങ്ങളുടെ മക്കളെ 10ഉം 15ഉം പവൻ കൊടുത്ത് കല്യാണം കഴിപ്പിച്ച് അയക്കണമെന്ന് ആഗ്രഹമുണ്ട്. എന്നാൽ അതിനൊന്നും സാധിക്കാത്ത ആളുകൾ ധാരാളമുണ്ട്. 15 പവൻ അല്ലെങ്കിൽ 10 പവൻ സ്വർണം വാങ്ങണമെങ്കിൽ ഇന്നത്തെ അവസ്ഥയിൽ എത്ര ലക്ഷം രൂപ കൊടുക്കണം? കാരണം കേരളത്തിൽ സ്വർണത്തിൻ്റെ വില അല്ലെങ്കിൽ രാജ്യത്ത് സ്വർണത്തിൻ്റെ വില ഇത്രയേറെ കുതിക്കുമ്പോൾ സ്വർണത്തോടുള്ള ഭ്രമത്തിന് യാതൊരു കുറവുമില്ല എന്നുള്ളതാണ് വാസ്തവം. സ്വർണമില്ലെങ്കിൽ ഒന്നുമില്ല എന്നുള്ള അവസ്ഥ. കല്യാണം കഴിക്കാൻ പോകുന്ന ആളുകൾ ആദ്യം നോക്കുന്ന പെണ്ണിൻ്റെ ദേഹത്തേക്കാണ്. അവൾ എത്ര പവനുണ്ട് എന്നുള്ള ചിന്താഗതിയോടാണ്. നമ്മുടെയൊക്കെ ഈ സ്വർണത്തോടുള്ള അമിതമായ